സ്പീക്കർ സ്ഥാനത്തേക്ക് എൻ ഷംസീർ വരുന്നു എന്ന വാർത്ത ബ്രേക്ക് ചെയ്തു. ക്ലാസ്സിലെ ഏറ്റവും വികൃതി പയ്യനെ പിടിച്ച് ക്ലാസ് ലീഡറാക്കി. ജനപ്രതിനിധികളുടേത് മാത്രമല്ല നിയമസഭ എന്നുള്ളതും ആ ജനാധിപത്യ പ്രക്രിയയെ മനസ്സിലാക്കാനും അവിടെ എന്താണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സാധ്യത ഒരുക്കി എന്നുള്ളതാണ്. പരിമിതികൾ എനിക്കുണ്ടല്ലോ, അങ്ങനെ ഒരു കർക്കശക്കാരനായി പോകാൻ സാധിക്കുന്ന സാഹചര്യം എന്നെ കൊണ്ട് പറ്റുന്നതല്ല. കാരണം ഈ ആന്ത്രപ്പോളജി ഏതെങ്കിലും രീതിയിൽ പിന്നീട് ഒരു സ്പീക്കർ എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനും മനുഷ്യരുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് അത് ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു നിങ്ങളിപ്പോൾ ഏത് പോളിമറിക് ടെസ്റ്റിന് വിധേയമാക്കിയാലും ശിവൻകുട്ടി മിനിസ്റ്റർ, എല്ലാവരും അണ്ണെന്ന് വിളിക്കുക, ഞാനും അണ്ണം തന്നെ വിളിക്കുക, ശിവൻകുട്ടി അണ്ണൻ. ഫിസിക്കൽ വയലൻസ് 1990 അറ്റാക്ക് ചെയ്യപ്പെട്ടിരുന്നു. സ്പീക്കർ അൺബയസ്ഡ് ആണെങ്കിൽ സ്പീക്കർക്ക് പോളിറ്റിക്സ് ഉണ്ടല്ലോ. എന്നെല്ലാം എൻ്റെ പാർട്ടി പ്രതിസന്ധിയിലായിട്ടുണ്ടോ അന്നൊക്കെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫെൻസീവ് പല സ്റ്റൈലുണ്ട്. എൻ്റെ സ്റ്റൈല് വളരെ അഗ്രസീവായ സ്റ്റൈലാണ്. സഭക്കകത്ത് പൊതുവിൽ നല്ല സഹകരണമാണ് എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഏതൊരു MLA-മാരുടെ ഏറ്റവും ഉറച്ച സ്ഥാനം XMLA ആണ്. അത് ആർക്കും തെറിപ്പിക്കാൻ കഴിയില്ല. ഈ സ്പീക്കർ വ്യത്യസ്തനാവുന്ന എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ സീയിങ് ഇറ്റ്സ് കവർ. അതിനി നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്, ഞാനല്ല. പ്രിയപ്പെട്ടവരെ, ഈ നിയമസഭയുടെ നാഥനുമായാണ് സംഭാഷണം. അതെന്നെ പല രീതിയിൽ നിയമപരമായി പരിമിതപ്പെടുത്തുമോ എന്ന ആശങ്ക എനിക്കുണ്ട്. കാരണം കേരളത്തിൻ്റെ നിയമസഭയുടെ നിയമാനുസൃതമായ ഒരുപാട് ആദരവ് ഏറ്റുവാങ്ങേണ്ട ആളാണ് എനിക്കേറെ പ്രിയപ്പെട്ട എൻ ഷംസീർ. വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ 1982 ഈ തലസ്ഥാന നഗരിയിൽ വരുന്നത്. 2010 വരെ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസവും ജീവിതവും ഒക്കെ ഇവിടെയായിരുന്നു. പക്ഷേ ഈ കാലയളവിൽ ഒന്നും തന്നെ ഈ നിയമസഭ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. കാരണം അതത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ്. പരിചയമുള്ള MLA-മാരോ MP-മാരോ ഒക്കെ സഹായം തേടി അല്ലെങ്കിൽ സൗഹൃദങ്ങളൊക്കെ തേടി അവരുടെയൊക്കെ സമയവും സാവകാശവും ഒക്കെ ചോദിച്ചാൽ മാത്രമേ ഈ നിയമസഭാ കവാടത്തിനകത്ത് കടക്കാനും ഇത് കാണാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ നിയമത്തിൻ്റെ യാതൊരു തരത്തിലുള്ള പരിമിതികളും ഇല്ലാതെ ഈ നിയമസഭാ കവാടം കടന്നു വന്ന് നിയമസഭാ പ്രവർത്തനങ്ങളും നിയമസഭാ മന്ദിരവുമൊക്കെ വളരെ സന്തോഷത്തോടുകൂടി കടന്ന് അറിഞ്ഞ് ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടില്ലെന്ന് മനസ്സിലാക്കി കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇരുന്നൊരു സെഷൻ കേൾക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ ശങ്കരനാരായണൻ തമ്പി ആരാണ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. ഒരുപക്ഷെ ശങ്കരനാരായണൻ തമ്പി എന്ന് പറയുന്ന കേരള നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്. അദ്ദേഹത്തെ ആരും അറിയില്ല. ഇന്ന് പുതിയ തലമുറയല്ല, അതിന് മുമ്പുള്ള തലമുറ പോലും അറിയുമോ എന്നറിയില്ല. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ മനോഹരമായ ഈ വേദി, ആ വേദിക്ക് ജീവൻ വന്നത് എൻ ഷംസീർ എന്ന സ്പീക്കറുടെ കാലത്താണ്. 1957 തൊട്ട് 59 വരെ ആദ്യത്തെ കേരള നിയമസഭയുടെ നാഥനായിരുന്ന മനുഷ്യനെ ഈ തലമുറ വീണ്ടും ഓർമ്മയിലേക്ക് എത്തിയതും അതുകൊണ്ടാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ ജനങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുക, ജനങ്ങളുടേതു കൂടിയാണ് എന്ന തോന്നലിലേക്ക് അതിനെ വരുത്തി തീർത്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനപ്രതിനിധികളുടേത് മാത്രമല്ല നിയമസഭ എന്നുള്ളതും ആ ജനാധിപത്യ പ്രക്രിയയെ മനസ്സിലാക്കാനും അവിടെ എന്താണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സാധ്യത ഒരുക്കി എന്നുള്ളതാണ്. അതെങ്ങനെ സാധിച്ചു എന്നുള്ളതിലൊക്കെ സംഭാഷണത്തിനിടയിൽ വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ആ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാൻ തോന്നും. 2016 താങ്കൾ ഇവിടെ MLA ആയി വരുന്നത്. അതിനു മുമ്പ് ഈ നിയമസഭ കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങേപോലെ തന്നെയാണ്. ഞാനും 2016 ആദ്യമായി
ഈ സഭക്കകത്ത് പ്രവേശിക്കുന്നത് നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്യാനാണ്. അതുവരെ നിയമസഭക്കകത്ത് ഞാൻ വന്നിട്ടില്ല. നിയമസഭയ്ക്ക് പുറത്ത് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വന്നിട്ടുണ്ട്. ഗേറ്റിനപ്പുറത്ത് നിങ്ങൾക്കറിയാലോ, ഗേറ്റിനടുത്ത് എത്തില്ല. അതിന് ഏതാണ്ട് ഒരു 100-300 മീറ്റർ മുമ്പ് തടയും, തുടർന്ന് സമരം അടിച്ച് പിരിക്കും. പക്ഷേ സഭക്കകത്ത് ആദ്യമായി വരാൻ അവസരം ലഭിച്ചത് സ്പീക്കർ MLA ആയതിനു ശേഷമാണ്. അന്ന് ഞങ്ങളുടെ തൊട്ട സീനിയർ DYFI സെക്രട്ടറി ആയിരുന്ന TV രാജേഷ് ആയിരുന്നു ഞങ്ങളും കൂട്ടി വന്നത്. കാരണം ഞാനും സ്വരാജ് ഒന്നിച്ചാണ് MLA-മാരായത്. ഞങ്ങൾ 3 പേരും ഒന്നിച്ചാണ് സഭയിലേക്ക് വന്നത്. ഒരു 1-ാം ക്ലാസ്സിലെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നത് പോലെ TV രാജേഷ് ഞങ്ങളെയും കൂട്ടി സഭക്കകത്ത് കൊണ്ടുവന്ന് അവിടെ ഇരുത്തിച്ചു. എൻ്റെ തൊട്ടടുത്ത സീറ്റിലന്ന് ശ്രീരാമകൃഷ്ണനായിരുന്നു. കാരണം ആൽഫബറ്റിക് ഓർഡറിലെ S ആണ് എൻ്റെതും ശ്രീരാമകൃഷ്ണൻ ഇട്ടതും. അപ്പോൾ ശ്രീരാമേട്ടൻ്റെ എൻ്റെയും S ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടും അടുത്തടുത്തായിരുന്നത്. സ്വേറിങ്ങിന് ശേഷം അന്ന് സഭ പിരിഞ്ഞു. അന്ന് ആരായിരുന്നു സ്പീക്കർ? പ്രോട്ടേം സ്പീക്കറായിരുന്നു. അത് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. പ്രോട്ടേം സ്പീക്കറായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് തന്നത്. ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്ത് തന്നത് PT റഹീമായിരുന്നു. സ്പീക്കർ എന്ന പദവിയെക്കുറിച്ചുള്ള ആദ്യത്തെ അറിവ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? സ്പീക്കർ പദവി ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വർക്കലയായിരുന്നു സ്പീക്കർ, വർക്കല രാധാകൃഷ്ണൻ. തുടർന്ന് സ്പീക്കർ എന്ന നിലക്ക് കർക്കശമായി നിലപാട് സ്വീകരിച്ചു പോയി എന്ന് പറയുന്നത് കേട്ടത് വക്കം പുരുഷോത്തമനായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പരിമിതികൾ എനിക്കുണ്ടല്ലോ. അങ്ങനെ ഒരു കർക്കശക്കാരനായി പോകാൻ സാധിക്കുന്ന സാഹചര്യം എന്നെ കൊണ്ട് പറ്റുന്നതല്ല. കാരണം താരതമ്യേന വളരെ ജൂനിയറാണ് ഞാൻ. സ്പീക്കർ പദവി മഹത്വരമായ പദവിയാണ്, വലിയ പദവിയാണ്. പക്ഷേ താരതമ്യേന ജൂനിയറായിരിക്കുന്ന ഒരാൾക്ക് വക്കത്തെ പോലെ കർക്കശക്കാരനായി പോകാൻ സാധിക്കും തോന്നുന്നില്ല. സഭയുടെ പ്രത്യേകത, ഞാൻ കണ്ട പ്രത്യേകത, ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് സഭയിലുണ്ടായവർ എൻ്റെ കൂടെ സഭയിലുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് ഉമ്മൻചാണ്ടി സാറായിരുന്നു. അദ്ദേഹം അതിനുശേഷമാണ്, ഞാൻ സ്പീക്കറായതിനു ശേഷമാണ് അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞത്. ഇപ്പോൾ 2 പേരുണ്ട്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ജോസഫ് സാറും, PJ ജോസഫ് സാറും. ഇവർ 3 പേരും ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് സഭയിലുള്ളവരാണ്. സഭക്കകത്തുള്ള ഭൂരിഭാഗ പേരും ഏതാണ്ട് എൻ്റെ പ്രായത്തോളം എക്സ്പീരിയൻസ് ഉള്ളവരാണ് സഭയിൽ. അതുകൊണ്ട് പക്ഷേ ആ ചെയറിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് മുതിർന്നവരായാലും ചെറിയവരായാലും ശരി, സ്പീക്കർ ഒരു ഡയറക്ഷൻ കൊടുക്കുമ്പോൾ അതിന് ഒബേ ചെയ്യാൻ അവർ തയ്യാറാവാറുണ്ട്. ഒരുപക്ഷെ കണ്ണൂരിൽ നിന്ന് 3 മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ സ്പീക്കർ അങ്ങാണ്. അതെ, ആദ്യത്തെ സ്പീക്കറാണ് ഞാൻ. അതൊരു വലിയ കാര്യമാണ്. ഈ സ്പീക്കർ ആവുന്നതിന് മുന്നേയുള്ള ജീവിതം കൂടി, എന്തായാലും നിയമസഭയിലെ ജീവിതമാണെങ്കിൽ പോലും SFI DYFI എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന ശങ്കരനാരായണ നമ്പൂതിരിയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ വന്ന് സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തിയാണ്. പുതിയ തലമുറ മുഴുവൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ, അത് കഴിഞ്ഞ് കുറേ കാലം കുറച്ച് പേർ ട്രേഡ് യൂണിയനിലൂടെയാണ് രാഷ്ട്രീയത്തിൽ, ഇന്നിപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വരുന്നവരാണ്. ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലം കൂടി ഒന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഇതിലേക്കൊക്കെ പോകാൻ തോന്നുന്നു. ഒരുപക്ഷെ ബ്രണ്ണൻ കോളേജിലെ ഏറ്റവും പ്രധാനിയായ ജനറൽ സെക്രട്ടറി ആയിരുന്നു അല്ലേ? കോളേജ് ജനറൽ സെക്രട്ടറി. ഞാൻ യഥാർത്ഥത്തിൽ സ്കൂൾ മുതൽ SFI ആയിരുന്നു. സ്കൂളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമായ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. തലശ്ശേരി നഗരത്തിൽ തന്നെയുള്ള BMP ഹൈസ്കൂളിലാണ്. അന്ന് സജീവമായി വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം ഉണ്ടായിരുന്നു. SFI എന്ന് ചെറിയ സംഘടന, സ്ഥിരം തോക്കുന്ന SFI ആയിരുന്നു. ഞാൻ SFI ആയിരുന്നു. SFI സ്കൂളിലൊന്നും ജയിക്കൂലെന്ന്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ സ്ഥിരം തോക്കലാണ്. 8-ാം ക്ലാസ്സിൽ ഞാൻ പ്രപ്പോസ് ചെയ്ത സ്ഥാനാർത്ഥി തോറ്റു. 9-ാം ക്ലാസ്സിൽ ഞാൻ മത്സരിച്ച് തോറ്റു. 10-ാം ക്ലാസ്സിൽ ഞാൻ മത്സരിച്ച് ജയിച്ചു. പക്ഷേ ക്ലാസ് ലീഡർ സ്ഥാനത്തേക്ക്, സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് ഞാൻ തോറ്റു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം SFI ജയിക്കുന്നൊരു ക്യാമ്പസ് പഠിക്കണം എന്നായിരുന്നു. SFI അന്ന് അങ്ങനെ ഒരു കേരളത്തിലെ ക്യാമ്പസുകളിൽ വളരെ ഡിസൈസീവായ സംഘടന ആയിരുന്നില്ല സ്കൂളുകൾക്കകത്തൊന്നും. അപ്പോൾ ഞങ്ങളുടെ ഓർമ്മയിൽ സ്കൂളിൽ ഒരു 1 മണിക്ക് ലഞ്ചിന് വിട്ട ടൗണിൽ, എൻ്റെ സ്കൂൾ ടൗണിലാണ്, നിങ്ങൾ കാണുന്നത് ബ്രണ്ണൻ കോളേജിൽ വരുന്ന പ്രകടനമാണ്. അന്ന് ബ്രണ്ണൻ കോളേജിൽ നിന്ന് ജയിച്ചിട്ട് സ്ഥാനാർത്ഥികളെ ഹാരമണിച്ച് നടന്നിങ്ങോട്ടേക്ക് വരും അവർ പ്രകടനമായി. അത് ഏതാണ്ട് ഉച്ച 1 മണി നേരത്താണ്. അപ്പോൾ നമ്മളങ്ങനെ കാണുന്നുണ്ടാകും. കാരണം നഗരത്തിലെല്ലാ സ്കൂൾ SFI തോക്കും. സെൻറ്റ് ജോസഫ്സ് തോക്കും, BMP തോക്കും, ബ്രണ്ണൻ തോക്കും, എല്ലാം തോക്കുന്ന സ്കൂളുകളാണ്. അപ്പോൾ SFI ജയിക്കുന്നൊരു ക്യാമ്പസിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബ്രണ്ണൻ കോളേജിൽ എത്തിയത്. യഥാർത്ഥത്തിൽ ആ ബ്രണ്ണൻ കോളേജിലെ പ്രവേശനമായിരുന്നു എൻ്റെ ലൈഫ് ടേൺ ചെയ്യിച്ചത്. ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകനായി ഞാൻ മാറിയത് ബ്രണ്ണൻ കോളേജ് ക്യാമ്പസ് പഠിച്ചുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ ഗുരുവാരാന്ന് ചോദിച്ചാൽ ഉത്തരം എനിക്കറിയാം, എന്നാലും അതുകൂടി പറയാവുന്നതാണ്. നല്ല പ്രോത്സാഹനവും പിന്തുണയും പിൻബലവും നൽകിയ പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീടും എൻ്റെ വീടും വളരെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവാണ് ഞങ്ങളുടെ ഉമ്മയൊക്കെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെക്കുറിച്ച് ഞങ്ങൾ ചെറുപ്പത്തിലെ കേട്ടു വളർന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹം നല്ല വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ച, ഇപ്പോൾ ഇന്ന് കേരളത്തിലുള്ള പലരെയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം തന്നെയാണ്. പിന്നെ 2 പേരും എൻ്റെ നാട്ടുകാരാണ്. 2 പേരുടെയും തട്ടകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും തട്ടകം തലശ്ശേരിയാണ്.
ഞങ്ങളൊക്കെ ക്യാമ്പസ് വിട്ട് വൈകുവോളം രാത്രി ഓഫീസിലുണ്ടാവും, പാർട്ടി ഓഫീസിൽ. അപ്പോൾ ഇവരൊക്കെ പാർട്ടി ഓഫീസിലുണ്ടാവും. ഇവരൊക്കെ തിരുവനന്തപുരമാണ് ആസ്ഥാനമെങ്കിലും ഇവർ തലശ്ശേരി പാർട്ടി ഓഫീസും റെയിൽവേ സ്റ്റേഷനും നിയർ ബൈ വാക്കബിൾ ഡിസ്റ്റൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ തലശ്ശേരി പാർട്ടി ഓഫീസ് ടച്ച് ചെയ്താണ് സ്റ്റേഷനിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവർ ഓഫീസിൽ വന്ന് പോകുന്നതുകൊണ്ട് ഓഫീസിലെ സ്ഥിരം മുഖങ്ങളാണ് നമ്മളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി ആയിക്കോട്ടെ, കോടിയേരി ആയിക്കോട്ടെ, ഇവരൊക്കെ അങ്ങനെ അടുത്ത ബന്ധം വരുന്നത്. പിന്നെ ഈ വയലൻസ് ഉള്ള ജില്ലയിൽ നിന്ന് ഒരാളായതുകൊണ്ട് പണ്ട് മുതലേ ലീഡേഴ്സിൻ്റെ വന്നാൽ ഇങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോകും, കൂടെ ആളുകൾ പോകും. അത് പണ്ട് മുതലേ ഉള്ളതാണ്. അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ മുതിർന്ന ആളുകളായപ്പോൾ ഞങ്ങൾ പോകാൻ തുടങ്ങി കൂടെ. അങ്ങനെയാണ് ഒരു ഹൃദയബന്ധം ഇവരൊക്കെ ആയിട്ട് ഉണ്ടായത്. അവരൊക്കെ ഒരു കേഡർ എന്ന നിലയിൽ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും അത് സ്ഥിരപ്പെടുത്താൻ ഇവരുടെയൊക്കെ ബന്ധമാണോ? എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റായി? അടിസ്ഥാനപരമായി താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് എനിക്കറിയാം, ചെറുപ്പകാലം തൊട്ടേ അങ്ങനെയാണ്. എൻ്റെ ഫാമിലി സോഷ്യലിസ്റ്റുകളായിരുന്നു, വിമോചന സമരത്തിൽ പങ്കെടുത്തവരായിരുന്നു, അവർ ജയിലിൽ കിടന്നവരുണ്ട്, വലിയ ലാൻഡ് ലോഡ്സ് ആയിരുന്നു. പക്ഷേ 70s കമ്മ്യൂണൽ റൈറ്റ് ഉണ്ട്, തലശ്ശേരി കലാപം. ആ തലശ്ശേരി കലാപത്തിൽ അന്ന് ഞങ്ങളുടെ വീടൊക്കെ ആക്രമിക്കാൻ വന്നപ്പോൾ തടഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, CPM നേതാക്കന്മാരായിരുന്നു. അവരോടുള്ള അടുപ്പമാണ് പിന്നീട് ഞങ്ങളുടെ കുടുംബം കമ്മ്യൂണിസ്റ്റായി മാറിയത്. അങ്ങനെ കുടുംബം കമ്മ്യൂണിസ്റ്റായി മാറിയപ്പോൾ സ്വാഭാവികം ഞങ്ങളൊക്കെ സ്വിച്ച് ഓവർ ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി. കലാപം നടക്കുമ്പോൾ എൻ്റെ ഉമ്മയുടെ കല്യാണം പോലും നടന്നിട്ടില്ല. പക്ഷേ അന്ന് വലിയ കലാപമായിരുന്നു. അന്ന് അമർച്ച ചെയ്യാൻ വേണ്ടി അന്ന് രാജുമാഷൊക്കെയായിരുന്നു ഞങ്ങളുടെ നാട്ടിലുണ്ടായത്. ഞങ്ങളുടെ നാട്ടിൽ അതിനു വേണ്ടി അമർച്ച ചെയ്യാൻ ശ്രമിച്ചത്. മൊത്തത്തിൽ പിണറായി വിജയനെക്കുറിച്ചും പാട്യം ഗോപാലിനെക്കുറിച്ചും പാട്യം രാജനെക്കുറിച്ചും ഇങ്ങനെ കുറേ പേരുകളന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ അന്ന് അങ്ങനെയാണ് തലശ്ശേരിയിലെ മുസ്ലിം മതന്യൂനപക്ഷം ഒരു ട്രഡീഷണൽ കമ്മ്യൂണിസ്റ്റായി മാറിയത്. ആ ഒരു എന്തെങ്കിലും ഒരു അപകടം വന്നാൽ ഞങ്ങൾക്ക് സഹായത്തിനെത്താൻ കമ്മ്യൂണിസ്റ്റുകാരെ ഉണ്ടാവുന്ന തിരിച്ചറിവിൽ നിന്നാണ് തലശ്ശേരിയിലെ മൈനോറിറ്റീസ് ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റായി മാറിയത്. ആ ഒരു ലിഗസി തന്നെയാണ് എന്നെയും കമ്മ്യൂണിസ്റ്റാക്കി മാറ്റിയത്. തീർച്ചയായിട്ടും പഠിച്ചത് LLB, അതിൻ്റെ കൂടെ ആന്ത്രപ്പോളജി പഠിച്ചിട്ടുണ്ട്. ഈ ആന്ത്രപ്പോളജി ഏതെങ്കിലും രീതിയിൽ പിന്നീട് ഒരു സ്പീക്കർ എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനും മനുഷ്യരുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് അത് ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ നരവംശാസ്ത്രമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും മനുഷ്യനെ റീഡ് ചെയ്യാൻ ഒരു പരിധിവരെ നരവംശാസ്ത്രം ഗുണം ചെയ്തു എന്നുള്ളത്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു അൺസയൻറ്റിഫിക്കായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രോഡക്റ്റാണ്. എൻ്റെ പാരൻസിൻ്റെ ആഗ്രഹം ഡോക്ടറാക്കണം എന്നായിരുന്നു. ഞാൻ ബയോളജി ആയിരുന്നു പഠിച്ചത്. ബയോളജി പഠിച്ചു, ആകെ തകർന്നടിച്ചു പോയി. കാരണം സ്കൂളിൽ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് പോയാൽ പ്രീ ഡിഗ്രിക്ക് ബ്രണ്ണംകുളയിലെത്തിയപ്പം കടുത്ത വിദ്യാർത്ഥി സമരത്തിൻ്റെ കാലമാണ്. തൂർന്ന് വെടിവെപ്പ് സമരങ്ങൾ. പ്രീ ഡിഗ്രി പൂർണ്ണമായും തകർന്നടിച്ചു. പാസ്സായി, പക്ഷേ പിന്നീട് സയൻസ് ഒന്നും പഠിക്കുന്ന രീതിയിലേക്കല്ല എത്തിയത്. അങ്ങനെയാണ് ഹ്യൂമാനിറ്റീസിലേക്ക് മാറിയത്. ഡിഗ്രി ഫിലോസഫി ആയിരുന്നു, PG ആന്ത്രോപോളജി ആയിരുന്നു. പിന്നീടാണ് ലോയും LLM ചെയ്തത്. ഓക്കെ, സ്പീക്കർ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നുന്നത്? ഒരുപക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം. ഞാൻ ഹോണസ്റ്റായി ഒരു ഉത്തരം പറയാം. ഇപ്പം MLA ആവണമെന്ന് ആഗ്രഹമുണ്ടോ ചോദിച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ മോൾപോട്ടൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ ഏത് പോളിമറിക് ടെസ്റ്റിന് വിധേയമാക്കിയാലും ഞാൻ ഇന്നലെ വേണമെങ്കിൽ ഈ ആദിയുടെ മുമ്പിൽ വന്നിരിക്കാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹം ചോദിച്ചിട്ട് ഞാൻ പറയും. കാരണം സത്യസന്ധമായി പറയണല്ലോ, MLA ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് മോൾപോട്ട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ളൊരു മടി കൊണ്ടാണ്. പിന്നെ MLA ആവണം എന്തുകൊണ്ട് ആഗ്രഹിച്ചു എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ വയലൻസാണ്. പൊളിറ്റിക്കൽ വയലൻസ് തന്നെയാണ് കുറച്ചുകൂടി ഒരു ഇമ്മ്യൂണിറ്റി അല്ല, ഒരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മുടെ ജില്ല നിങ്ങൾക്കറിയാം, പ്രദേശത്തിൻ്റെ പ്രത്യേകത ഒക്കെ കൊണ്ട് അത്രമാത്രം വയലൻസ് കണ്ടിട്ടുണ്ടല്ലേ? വയലൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെയൊക്കെ പ്രായത്തിൽ ഏറ്റുവാങ്ങേണ്ട അത്രയും മൃതശരീരങ്ങൾ ഇപ്പോൾ തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ നേതാക്കന്മാരുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഫിസിക്കൽ വയലൻസ് വല്ലതും അനുഭവിക്കുന്നത്? ഫിസിക്കൽ വയലൻസ് 99 അറ്റാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഒരാഴ്ചയിലേറെ ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നീട് അതിൻ്റെ ഭാഗമായി മാസങ്ങളോളം വീണ്ടും ഹോസ്പിറ്റലിൽ കിടന്നു. അത് 99 പിന്നെ ഒരു ഫിസിക്കൽ വയലൻസ് എനിക്ക് നേരെ ഉണ്ടായിട്ടില്ലെങ്കിലും അൺഅർത്തഡ് അറ്റാക്സ് എനിക്ക് നേരെ ഉണ്ടായിരുന്നു. പിന്നെ വീട് നിങ്ങൾക്കറിയാം, 2019 വീടിന് നേരെ ആക്രമണം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഞാൻ വിചാരിച്ചു സ്പീക്കർ ആയാലെങ്കിൽ വിടുന്നതാണ്. സ്പീക്കർ ആയതിനു ശേഷമാണ് എനിക്ക് നേരെ കരിങ്കൊടിയും വീട്ടിലേക്ക് മാർച്ചും ഒക്കെ നടന്നത്. പ്രൊട്ടക്റ്റഡ് അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ പ്രൊട്ടക്ഷൻ ഒരു MLA എന്നുള്ള രീതിയിൽ അതൊരു അനുഗ്രഹമായിട്ട് വരും എന്നുള്ള രീതിയിൽ അത് ആഗ്രഹിച്ചിരുന്നു. വയലൻസ് ആയിരുന്നു ആ ഘട്ടത്തിൽ. 90s ലേറ്റ് 90s എന്ന് പറഞ്ഞാൽ കുറച്ച് വയലൻസ് ഉണ്ടായിരുന്നു കണ്ണൂർ. ഇപ്പോൾ കണ്ണൂർ വളരെ പീസ്ഫുള്ളാണ്. ആ സമയത്ത് അത്തരം ഒരു വയലൻസ് ഉണ്ടായിരുന്നു. ക്യാമ്പസ് പഠിക്കുന്ന സമയത്താണ് അറ്റാക്ക് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ.
അപ്പോൾ സ്പീക്കർ ആയതിനു ശേഷം വളരെ വലിയ മഹാരഥന്മാരിരുന്ന ഒരു ഇവിടത്തേക്ക് പെട്ടെന്ന് വരുമ്പം ആ ദിവസം ഒന്ന് ഓർമ്മിച്ചെടുക്കാവോ? യഥാർത്ഥത്തിൽ 2022 സെപ്റ്റംബർ 12 ഇപ്പോൾ സ്പീക്കർ അൺബയസ്ഡ് ആണെങ്കിൽ സ്പീക്കർക്ക് പോളിറ്റിക്സ് ഉണ്ടല്ലോ. സ്പീക്കർ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നോമിനേറ്റ് ചെയ്താൽ മാത്രമേ സ്പീക്കർ ആവൂ. അപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് AN ഷംസീർ വരുന്നു എന്ന വാർത്ത ബ്രേക്ക് ചെയ്തു. അപ്പോൾ തുടർന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വം വിളിച്ചു പറഞ്ഞു ഇന്നതാണ് ചുമതല, അപ്പം അത് പ്രവർത്തിക്കണം. അന്നേരമാണ് പല ട്രോളുകൾ ഇറങ്ങിയത്. ക്ലാസ്സിലെ ഏറ്റവും വികൃതി പയ്യനെ പിടിച്ച് ക്ലാസ് ലീഡറാക്കി. ഞാനതിനകത്ത് ട്രോൾ ആസ്വദിക്കുന്ന ഒരാളാണ്. എന്നെപ്പറ്റി വന്ന ട്രോള് ഞാൻ ആസ്വദിക്കും. ഞാനത് പരമാവധി എനിക്ക് ഏറ്റവും ക്ലോസ് സർക്കിൾ അയച്ചു കൊടുക്കുകയും ചെയ്യും. ഞാനങ്ങനെ ഒരു ട്രോള് കണ്ടാൽ അല്ലെങ്കിൽ വിമർശനം വന്നാൽ തളർന്നല്ല, ഞാനത് ആസ്വദിക്കും. എന്നെപ്പറ്റി എന്തൊക്കെ ട്രോള് ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഞാനത് പൊതുവിൽ ആസ്വദിക്കുന്നതാണ്. ആ സമയത്ത് എന്നാൽ കാരക്കുട്ടി ദാസന അങ്ങനെ എന്തോ മറ്റൊരു സിനിമയിലെ ഡയലോഗും എന്നെയും കാണിച്ചിട്ട് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആ ഘട്ടത്തിലുണ്ടായത് അങ്ങനെയായിരുന്നു. അത് അന്ന് പിറ്റേന്ന് മുതലായിരുന്നു ട്രോള്. ഈ സെറ്റയറായിട്ടുള്ള പൊളിറ്റിക്കൽ പല ചാനൽസും കാണിക്കുന്ന പൊളിറ്റിക്കൽ സെറ്റയറിൽ എന്നെ കാണിച്ചത് അങ്ങനെയാണ്. ചിലർ പറഞ്ഞു ഏറ്റവും വികൃതി പയ്യനെ പിടിച്ച് ക്ലാസ് ലീഡറാക്കിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനതിനൊക്കെ ഒരു തമാശ രൂപേണ ഞാൻ അന്ന് നടത്തിയൊരു കമൻ്റ് ഉണ്ടായി. ഞാൻ പറഞ്ഞു ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ സീയിങ് ഇറ്റ്സ് കവർ. അതിനി നിങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്, ഞാനല്ല. അതന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് ഞാനേതായാലും മാർക്കിടുന്നില്ല. അത് മാർക്കിടേണ്ടത് ജനങ്ങളാണ്. ക്ലാസ്സിലെ ഏറ്റവും മോശം കുട്ടി ഏറ്റവും നല്ല ലീഡറായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ സമൂഹത്തിന് യാതൊരു സംശയമില്ല. കേരളം ഏറ്റവും ആദരവോടെ കാണുന്ന പ്രതിപക്ഷങ്ങൾ പോലും, ഞാൻ ഇന്നലെയും മിഞ്ഞാന്നും കണ്ട പ്രതിപക്ഷ നേതാക്കൾ പോലും എന്നോട് പറഞ്ഞത് ഷംസീർ താണ്ടിയ ഉയരം വളരെ വളരെ വലുതാണ്. അവരൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിൽ, വ്യക്തിപരമായി സുഹൃത്തെന്ന നിലയിൽ ഞാനും പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ താങ്കൾ അതിൽ ഉയർന്നു എന്നുള്ളത് അഭിമാനത്തോടെ പറയുകയാണ്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് സ്പീക്കർ എന്ന അനുഭവം, ആദ്യത്തെ ആ സ്പീക്കർ ഇപ്പോൾ എൻ്റെ PS പ്രൈവറ്റ് സെക്രട്ടറി നേരത്തെ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. പിന്നെ സ്പീക്കർ ഓഫീസിനകത്ത് പല അഡീഷണൽ PSമാരായിട്ട് നേരത്തെ ഇപ്പോൾ സന്തോഷമൊക്കെ ഇവിടെ ഇരിക്കുന്ന വ്യക്തിപരമായി നേരത്തെ അടുപ്പും ബന്ധമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായി എക്സ്പീരിയൻസ്ഡായ ഒരു ടീമായിരുന്നു. ആ ടീം നല്ല രീതിയിൽ തന്നെ പിന്തുണച്ചു. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ സ്പീക്കറായി വരുമ്പം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് വേണം. അപ്പോൾ ആ സപ്പോർട്ട് സ്പീക്കർ ഓഫീസ് പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ആളുകൾ നല്ല രീതിയിൽ തന്നു. അപ്പം വേണ്ട അപ്പം തരുന്ന അഡ്വൈസ് അവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ 2 അപ്പോസിഷനും ഗവൺമെൻറ് റൂളിംഗ് ഫ്രണ്ടും നല്ല രീതിയിൽ തന്നെ പിന്തുണച്ചിട്ടുണ്ട് ഈ കാലം അത്രയും. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് സഭ നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ സ്പീക്കറായിട്ട് ഫസ്റ്റ് സെഷൻ ചേരുകയാണ്. അതിലുണ്ടായ എൻ്റെ ഒരു അൺഫോർച്ചുനേറ്റ് ആയി പറയാൻ പറ്റുന്ന കാര്യം, അന്ന് ചരമോപചാരം വായിക്കേണ്ടതായിരുന്നു. ആദ്യത്തെ ചരമോപചാരം തന്നെ വായിച്ചത് എൻ്റെ പൊളിറ്റിക്കൽ മെൻറ്റർ എന്ന് വിളിക്കാൻ സാധിക്കുന്ന സഖാവ് കോടിയുടേതാണ്. അപ്പോൾ ആ സമയത്ത് ചരമോപചാരം വായിച്ച് കഴിഞ്ഞ് സഭ ഞാൻ ടീ ബ്രേക്കിനോ മറ്റോ ഇറങ്ങിയതിന് ശേഷം ഗണേഷ് കുമാർ സ്ഥിരം ഒരു സഭക്കകത്തെ സ്പീക്കർ ഓഫീസിലെ സ്ഥിരം ഒരു അതിഥിയാണ് ഗണേഷ് ഏട്ടൻ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഈ ചരമോപചാരം വായിച്ചുകൊണ്ടിരിക്കുമ്പം മാത്യു ടി ഒരു കമൻറ്റ് പറഞ്ഞു, അത്രേ ഷംസീർ കരഞ്ഞു പോകും എന്നുള്ള രീതിയിൽ, ശബ്ദം ഇടറിപ്പോവോ കരഞ്ഞു പോകുന്നൊരു തോന്നലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ, കാരണം ആദ്യമായി സ്പീക്കറായി വന്ന് ചുമതലയേറ്റെടുത്ത് ഫസ്റ്റ് വായിക്കുന്നത് ചരമോപചാരമാണ്. ആ ചരമോപചാരം തന്നെ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനിക്കുന്ന നേതാവിൻ്റെ വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അൺഫോർച്ചുനേറ്റായ സംഭവമാണ്. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ തുടർന്ന് സഭക്കകത്ത് ഓരോ സംഭവങ്ങൾ, ഇപ്പോൾ സഭ ചേരുന്നതിനൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ 100-ലേറെ ദിവസം സഭ നിയന്ത്രിച്ചു. അതിൽ ഞാൻ കണ്ടത് ശിവൻകുട്ടി മിനിസ്റ്റർ, എല്ലാവരും അണ്ണൻ എന്ന് വിളിക്കുക, ഞാനും അണ്ണൻ തന്നെ വിളിക്കാം, ശിവൻകുട്ടി അണ്ണൻ. മിനിസ്റ്റേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും വിളിക്കുക അണ്ണൻ തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ ഫസ്റ്റ് എൻ്റെ ഓഫീസിൽ വരും. സ്പീക്കറെ കാണുക, എന്താ ഒന്നുമില്ല, വെറുതെ വന്നിരുന്ന് കണ്ട് എല്ലാം ഓക്കെ അല്ലേ തിരിച്ചങ്ങ് പോകും. ഒരുപാട് മിനിസ്റ്റേഴ്സ് എപ്പോഴും സ്പീക്കർ ഓഫീസിൽ, ബാലഗോപാൽ, P രാജീവ്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ഥിരം സ്പീക്കർ ഓഫീസിൽ. ഗണേഷ് കുമാർ പിന്നെ പണ്ടേ ഞങ്ങളുമായിട്ടുള്ള ഒരു കൂച്ചായതുകൊണ്ട് സ്ഥിരം ഉണ്ടാകുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ രസം എന്ന് പറഞ്ഞാൽ മന്ത്രി ഓഫീസിലില്ലെങ്കിൽ നേരെ എൻ്റെ അടുത്ത ഓഫീസിലേക്ക് വരാം, ഈ മറ്റേ നിവേദക സംഘം. അപ്പോൾ ഓഫീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്പീക്കർ ഓഫീസിലുണ്ടാകും, സഭയിലില്ലെങ്കിൽ സ്പീക്കർ ഓഫീസിലുണ്ടാകുന്ന പറയും. അപ്പം അങ്ങനെയൊക്കെ ആൾക്കാർ വരുമായിരുന്നു. സഭക്കകത്ത് പൊതുവിൽ നല്ല സഹകരണമാണ് എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും പലപ്പോഴും സഭ പ്രക്ഷുബ്ധമായി പിരിഞ്ഞു പോകേണ്ട ഘട്ടത്തിൽ പോലും നല്ല സഹകരണം 2 ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചു, പിന്തുണച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നല്ല പ്രോത്സാഹനവും പിന്തുണയും നൽകി. അതൊക്കെ കൊണ്ട് തന്നെയാണ് സഭ നല്ല കൊണ്ടുപോകുന്നത്. ഒരു MLA അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് MLA ആവുന്നു, MLA യിൽ നിന്ന് സ്പീക്കർ ആവുന്നു, അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ടോ?
ഒരു പൊസിഷൻ മാറുമ്പോൾ, കാരണം നിങ്ങൾ എല്ലാവരുടെയും കൂടി ഒരാളാവുകയാണ് അടിസ്ഥാനപരമായിട്ട്. രാഷ്ട്രീയം ഉള്ളിലുണ്ടെങ്കിലും സഭയുടെ നേതൃത്വമാണ്, അല്ലെങ്കിൽ സഭയുടെ നേതാവാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? യഥാർത്ഥത്തിൽ ഒരു വലിയ പരീക്ഷണമായിരുന്നു അത്. കാരണം എന്നെപ്പറ്റി പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് ഒരു മഹാകുഴപ്പക്കാരനായ ആളെന്നാണ്. അതിൽ ടി വി നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം പൊതുബോധം അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. നിൽക്കുന്ന പക്ഷത്തോടെ പുറച്ചു നിൽക്കുക എന്നുള്ള അതിൽ ഞാൻ ഇമേജ് നോക്കിയിട്ടില്ല. ഇമേജ് നോക്കിയിട്ട് ഒരിക്കലും ചർച്ചയിൽ പങ്കെടുത്ത ആളല്ല ഞാൻ. ഇമേജ് നോക്കി അത് എന്നെ എന്തെങ്കിലും ബാധിക്കുമോ, അല്ല എൻ്റെ പേഴ്സണാലിറ്റി ഇമേജിനെ ബാധിച്ച് എനക്കെന്തെങ്കിലും എൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെ ബാധിക്കുമോ എന്ന് ചിന്തിച്ച് ഒരു ഘട്ടത്തിലും മാറിയുന്ന ആളല്ല ഞാൻ. എന്നെല്ലാം എൻ്റെ പാർട്ടി പ്രതിസന്ധിയിലായിട്ടുണ്ടോ അന്നൊക്കെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫെൻസീവ് പല സ്റ്റൈലുണ്ട്. എൻ്റെ സ്റ്റൈല് വളരെ അഗ്രസീവായ സ്റ്റൈലാണ്. ആ അഗ്രസീവ് സ്റ്റൈലായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കുറേയൊക്കെ എന്നോട് ഇഷ്ടമാണ്, കുറേയൊക്കെ എന്നോട് ദേഷ്യമാണ്. അപ്പോൾ സ്വാഭാവികമാണല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരാൾ വരുമ്പം സ്വാഭാവികമായും എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്, പക്ഷം പിടിക്കാതെ നിർവഹിക്കുക എന്നുള്ളതാണ്. അത് പക്ഷം പിടിക്കാതെ നിർവഹിച്ചു എന്ന പൂർണ്ണ ബോധ്യമാണ് എനിക്കുള്ളത്. അത് ആ നിലയിൽ തന്നെ ഇനി ജഡ്ജ് ചെയ്യേണ്ടത് ഞാനല്ല. ഈ ദിവസങ്ങൾക്കകത്ത് അത്രയും നിയമസഭക്കകത്ത് ഗവൺമെൻറ്റിന് ബിസിനസ് നടത്താനും പ്രതിപക്ഷത്തിന് അവരുടെ അവകാശം സംരക്ഷിക്കാനും നിയമസഭാ സ്പീക്കർ എന്ന നിലക്ക് ഞാൻ പ്രവർത്തിച്ചു എന്ന പൂർണ്ണ ബോധ്യമാണ് എനിക്കുള്ളത്. അത് അർത്ഥത്തിൽ തന്നെ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്പീക്കർ എന്ന രീതിയിൽ ഈ ഇത്രയും കാലത്തെ കാലയളവിൽ ഒരുപാട് മാറ്റങ്ങൾ നിയമസഭയിൽ ഉണ്ടായതായിട്ട് നമുക്ക് വിസിബിളി പബ്ലിക്കിന് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതിൽ പലതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ തോന്നുന്നു. ഒന്ന്, ലൈബ്രറി എന്ന് പറയുന്നത്, നിയമസഭയുടെ ലൈബ്രറി എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ 100 വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള വലിയ ആർക്കൈവൽ സാധനങ്ങളൊക്കെ, പുസ്തകങ്ങളും മറ്റുമൊക്കെ ഉള്ള ലൈബ്രറിയാണ്. അത് നിയമസഭാ സാമാജികന്മാർക്ക് മാത്രം അവൈലബിളായ ഒരു സ്ഥാപനമായിരുന്നു. അതിനെ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ അവർക്കും കൂടി സാധ്യതയൊരുക്കി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അത് ഒന്ന് പറയാമോ എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു ലൈബ്രറി കേരളത്തിൽ വേറെ എവിടെയുമില്ല. 100 years 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ലൈബ്രറി, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ. ഇത് കേവലം നിയമസഭാ സാമാജികന്മാർ മാത്രം ഉപയോഗിക്കേണ്ടതല്ല, ഇത് ജനങ്ങളുടെ അസറ്റാണ്. അപ്പോൾ ആർക്കാണോ അത് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കാൻ പറ്റണമല്ലോ. ഇത്രയും വലിയ ലൈബ്രറിയും ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ഇത്രയും വലിയ അസറ്റ്സും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? അത് കേവലം 140 പേർ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. അല്ല, അതിലും കുറച്ച് പേരിൽ ഉപയോഗിക്കുള്ളൂ. 140 കണ്ടിന്യൂസ് ആയി പോയിരിക്കുന്ന ആൾക്കാർ. ഒന്ന്, ഇപ്പോഴത്തെ സ്റ്റൈൽ ഓഫ് റെഫറൻസ് മാറി, ജനപ്രതിനിധികളുടെ പ്രയോറിറ്റി മാറി. എന്താ ഞാൻ കേട്ട മുമ്പ് ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവർ നിയമസഭ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഇരുന്ന് നിയമങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം അതല്ല. ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നത് MLA മംഗലത്തിനുണ്ടാവണം, MLA മരിച്ചെടുത്തുണ്ടാവണം, MLA വീട്ടുകൂടലുണ്ടാവണം, MLA കാണണമെന്നാ. അത് ഐദർ ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് ആ നിലയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ ഒരു അവധി കിട്ടി അപ്പാട് വീട്ടിലേക്ക് പോയാണ് ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടത്ര ലൈബ്രറി ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവർക്കും അല്ലേ കേട്ടോ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടതാണ് എന്ന ബോധം ഞങ്ങൾ കൂട്ടായി ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലൈബ്രറി, ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്, ആർക്കാണോ ലൈബ്രറി ഉപയോഗപ്രദമാക്കേണ്ടത്, ഇപ്പോൾ റിസർച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും, ഇവിടെ തന്നെ വലിയ ലിഗസിയുള്ള ക്യാമ്പസുകളുണ്ട്, ഇവിടെ തന്നെ പലയിടത്തും പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർക്കൊക്കെ ഉപയോഗപ്രദമാക്കുന്ന രീതിയിലേക്ക് ഞങ്ങളത് മാറ്റി. അത് മാറേണ്ടതാണെന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. ആ നിലയിൽ തന്നെ തുറന്നു കൊടുത്തു എന്നുള്ളതാണ്. വലിയൊരു കാര്യമാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന, പൊതുമണ്ഡലത്തില്ലാത്ത ചരിത്രം മുഴുവൻ ഇവിടെയുണ്ട്. ഒരുപക്ഷെ ജനങ്ങൾ ഇനിയും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒന്നുകൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമസഭക്കകത്തെ സഭ നിയന്ത്രിക്കുന്ന ചെയർപേഴ്സൺസ്, അതിലാദ്യമായിട്ട് 3 വനിതകൾ ഉണ്ടായ ഒരു കാലം കൂടിയാണിത്. അത് ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. 3 വനിതകൾ മാത്രമാണ് ഇപ്പോഴത്തെയും ചെയർ പാനലിലുള്ളത്. അവരുടെ പേരുകൂടി ഞാൻ പറയാം: യു പ്രതിഭ, CK ആശ, KK രമ. ഇത് താങ്കളുടെ നേതൃത്വത്തിൽ വന്നൊരു മാറ്റമായിട്ടാണ് കാണുന്നത്. അതും ഞങ്ങൾ കൂട്ടായി ഇപ്പം നിയമസഭാ സ്പീക്കറും സ്പീക്കറുടെ ഓഫീസും ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ചർച്ച ചെയ്തു. കാരണം ഞാൻ തന്നെ ആദ്യമായിട്ട് ചെയർ നിയന്ത്രിക്കാൻ പോവുകയാണ്. അതെ, ഞാനും ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ഞങ്ങൾ 3 വനിതകളെ തീരുമാനിച്ചു. അത് വലിയ രീതിയിൽ അപ്രൈസലാണ് പൊതുസമൂഹത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സ്ത്രീകൾ ഇനിയും പരിഗണിക്കപ്പെടണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. സ്ത്രീകൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരണം. അത് റിസർവേഷൻ കൊണ്ട് മാത്രമല്ല, റിസർവേഷൻ ഇല്ലാതെയും കൊണ്ടുവരാം. പക്ഷേ നമ്മുടെ ഒരു സ്വഭാവം പെട്ടെന്ന് അങ്ങോട്ട് എൻട്രി കൊടുക്കൂല. അവരെ കൊണ്ട് പറ്റുമോ? പക്ഷേ അവർ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്തു ഫ്ലോർ. ഒരു പരാതിയും ഇല്ലാതെ. ഒരുപക്ഷെ ആ സെഷൻ എന്നെക്കാൾ മനോഹരമായി മാനേജ് ചെയ്ത് അവരാന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. അവരെ എല്ലാവരും ചാൻസ് കൊടുക്കുമ്പോഴാണ് തെളിഞ്ഞു വരിക. അല്ലാണ്ട് ഒരാളും
ഈ എക്സ്പേർട്സായി വരുന്നില്ല. അവർക്ക് ലെറ്റ് ദം ഗീവ് എ ചാൻസ്, അല്ലാതെ അവരാർക്കും അവസരം കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊരു തീരുമാനം എടുത്തത്. നിയമസഭയുടെ പ്രസിദ്ധീകരണ രംഗത്തുണ്ടായ 2-3 മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധയിപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആധികാരികമാണ്. ഭരണഘടന എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത് എന്നുള്ള ഭരണഘടനാ അസംബ്ലിയുടെ ഡോക്യുമെൻറ്റേഷൻ അത് മുഴുവനും 6 വോളിയങ്ങളായിട്ട് രാജ്യസഭ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു മലയാള പരിഭാഷ ഇറക്കിയ അല്ലെങ്കിൽ ഒരു പ്രാദേശിക പരിഭാഷ ഇറക്കിയ ആദ്യത്തെ നിയമസഭ കേരളമായിരിക്കും. അതിൻ്റെ 1-ാം വോളിയം ഇറങ്ങിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 2-3 അല്ലെങ്കിൽ 2 ഭാഗങ്ങൾ ഉടൻ തന്നെ ഇറങ്ങാൻ പോകുന്നു. അതിനെക്കുറിച്ചുകൂടി ഒന്ന്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വളരെ പ്രസക്തമാണത്. എങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത്? ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു പപ്പടം ചുട്ടെടുക്കുന്ന ലാഘവത്തിലുണ്ടാക്കിയതല്ല. വളരെ ഹീറ്റഡ് ഡിബേറ്റാണ്. 2 വർഷവും 11 മാസവും 7 ദിവസവും ചേർന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡിബേറ്റ്സ് നമ്മളൊന്ന് വെറുതെ വായിച്ചു നോക്കുമ്പോൾ തന്നെ അതിൽ തന്നെ എത്ര ലാംഗ്വേജസാണ്? സാൻസ്ക്രിറ്റ് ഉണ്ട്, ഉറുദു ഉണ്ട്, ഹിന്ദി ഉണ്ട്. വലിയ ചലഞ്ചായിരുന്നില്ല പരിഭാഷ. അതെ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാ. അതും വളരെ ആഴത്തിലുള്ള ചർച്ചകളാണ് ഓരോന്ന് നടന്നത്. അപ്പം അത് ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചു, ചർച്ച ചെയ്തു. വലിയ ഒരു ടാസ്ക് ആയിരുന്നു, വളരെ ഡിഫിക്കൽട്ടാണ്. ജയകുമാർ സാറായിരുന്നു അതിൻ്റെ നേതൃത്വം കൊടുത്തത്. വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. പക്ഷെ അതിൽ ഞങ്ങൾ വിജയിച്ചു. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ സാബോട്ടേജ് ചെയ്യാൻ ശ്രമിക്കുന്ന കാലമാണിത്. അപ്പം അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടായി എന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്താണെന്നും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യതയാണ്. ഇത് റഫറൽ ഗ്രന്ഥമാണ്. റഫറൽ എന്ന് പറയുമ്പം ഏതൊരു വിദ്യാർത്ഥിക്കും തൻ്റെ ലൈബ്രറിക്കകത്ത് സൂക്ഷിക്കാൻ സാധിക്കേണ്ട ഗ്രന്ഥമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. അത് ഇറക്കിയപ്പോൾ തന്നെ ഒരുപാട് ക്വറീസ് വന്നു. അല്ല ഞങ്ങൾക്ക് കിട്ടുമോ? ഞാൻ പറഞ്ഞു തരാലോ. ചിലർ ചോദിച്ചു എത്രയാണ് പൈസ? ഞാൻ പറഞ്ഞു സെയിലിംഗ് ഉണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സിന് വലിയ ഡിമാൻഡാണ് ഉണ്ടായത്. അത് ആ നിലയിൽ തന്നെ ഇറക്കേണ്ടതാണ്. അത് ഇനിയും അതിൻ്റെ മറ്റ് വോളിയൂംസ് കൂടി ഇറക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് നമ്മൾ. അത് പൂർണ്ണമായും ഞങ്ങൾ തന്നെ ഇറക്കാൻ ശ്രമിക്കും. ഇനി ഞങ്ങൾക്ക് പൂർണ്ണമായും സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത ടീമിനെ കൊണ്ട് ഞങ്ങളത് അവരുടെ മുന്നിലൊരു ഇമീഡിയറ്റായി ചെയ്യേണ്ട വർക്കാക്കി ഞങ്ങൾ വിട്ടുകൊടുക്കും. തീർച്ചയായിട്ടും മറ്റൊരു നിയമസഭയും ചെയ്യാത്ത ആ പ്രവൃത്തി ഒരു വളരെ കാലോചിതമാണ്. അതിന് ഞാൻ പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുക. താങ്ക് യു. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം, 1000-ലേറെ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു നിയമസഭയാണ് കേരള നിയമസഭ. അതിലെ ഓരോ നിയമങ്ങളും രാജ്യത്തിൻ്റെ മറ്റ് നിയമസഭകളും രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ളതാണ്. ആ നിയമനിർമ്മാണം, ആ നിയമം എങ്ങനെയാണ് സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എന്ന് പലപ്പോഴും നമ്മൾ അന്വേഷിക്കാത്ത ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു പഠനം കൂടി നടത്തി ഈ നിയമസഭ ഞാൻ മനസ്സിലാക്കി. അതെ അതെ, അന്നേരം അതിൻ്റെ പഠനം കൂടി ഇക്കാലം അത്രയും നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ, അതിൻ്റെ SIS സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി എന്താണ്, അത് ആ നിലയിൽ തന്നെ നമ്മൾ പഠനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഭാഗത്ത് പരാമർശിക്കാനുള്ളത്. കാരണം നമ്മുടെ നിയമങ്ങൾ നിർമ്മിക്കുമ്പം ആ നിയമങ്ങൾ എങ്ങനെയാണ് പൊതുസമൂഹത്തെ ബാധിക്കുന്നത്, അത് ആ നിലയിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ആ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് കുറച്ച് സമയമുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല MLA-മാരും നിയമസഭയിൽ നിന്ന് പോയതിനു ശേഷം അവരൊന്നും അറിയപ്പെടാതെയോ അങ്ങനെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ പഴയ സാമാജികന്മാരെ ചേർത്ത് നിർത്തുക, അവരെ പുതിയ MLA-മാരുമായിട്ട് ചേർത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, അങ്ങനെ ഒരു സ്നേഹ കൂട്ടായ്മ ഉണ്ടാക്കിയതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, നമ്മളിപ്പോൾ റീസെൻ്റായി നടത്തിയത് പെയ്തൊഴി നോർമകൾ അങ്ങനെ എന്തോണം അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ MLA-മാർക്കെല്ലാം വലിയ ഡിമാൻഡായിരിക്കും. ഇപ്പോൾ തന്നെ ലിബറൽ ഫെസ്റ്റിവലിന് എത്ര ആളുള്ളത്? ഒരു വിമർശനാത്മകമായി തന്നെ മുമ്പോട്ട് വെക്കുകയാണ്. എല്ലാവരും എത്ര നമ്മൾ ക്ഷണിച്ചാലും എല്ലാവരും വരുന്നില്ല. ഇവർക്കൊക്കെ എപ്പോൾ സമയം ഉണ്ടാവുമെന്നറിയോ? ഇനി സ്ഥാനമൊക്കെ പോയാൽ അവരെല്ലാവരും വളരെ വരാൻ തയ്യാറാവും. ഒന്ന് വിളിക്കാൻ കാത്തു നിൽക്കും. ഏതൊരാൾക്ക് ഉറപ്പിച്ചുള്ള സ്ഥാനം എന്താ? ഏതൊരു MLA-മാരുടെ ഏറ്റവും ഉറച്ച സ്ഥാനം XMLA ആണ്. അതാർക്കും തെറിപ്പിക്കാൻ കഴിയില്ല. അത് പടച്ചമ്പുരാൻ വിചാരിച്ചാലും XMLA സ്ഥാനം മാറ്റാൻ പറ്റില്ല. ഇപ്പം നമുക്കെല്ലാം തിരക്കാണ്. നമുക്ക് ആടെ മംഗലം, ഇവിടെ പരിപാടി, ആടെ ഉദ്ഘാടനം, പരിപാടി വെച്ച് വരാൻ കഴിയില്ല. ഇതിപ്പോൾ MLA-മാരുടെ പ്രശ്നം എന്താ? ഞാൻ ഉൾപ്പെടുന്ന ഇപ്പോൾ ഒരു സർക്കാർ സർവീസിൽ ഒരാൾ എൻട്രി കയറിയാൽ, നമ്മുടെ ഗവൺമെൻറ് സർവീസ് 56 വയസ്സ് വരെ നമുക്കൊരു ടെൻഷനും ഇല്ല കയറി കഴിഞ്ഞാൽ. കാരണം നമ്മളെ പ്രശ്നം എന്താ? ഓരോ 5 കൊല്ലം കൂടുമ്പോൾ നമ്മൾ പരീക്ഷണം നേരിടുന്നില്ലേ? എന്താ? ആദ്യത്തെ ഹഡിൽ സീറ്റ് കിട്ടണം, രണ്ടാമത്തെ ഹഡിൽ എന്താ? ജയിക്കണം. ഈ 2 ഹഡിൽസും തുള്ളിയാൽ മാത്രമേ MLA ആവാൻ പറ്റൂ. എന്നാൽ MLA-മാർക്ക് ഇപ്പോൾ നിയമസഭ വിളിച്ചവർക്കത്ര വരണോ? വരേണ്ട കാര്യമുണ്ടോ? ഈ സ്ഥാനമെല്ലാം പോകുന്നതെന്ന് അവർക്ക് ഓർമ്മയുണ്ടാവില്ല. ഇതെല്ലാം പോയിട്ട്
നാളെ XMLA ആയിരിക്കുമ്പോൾ അവർക്ക് അന്ന് പോകേണ്ടതായിരുന്നു, മോശമായിപ്പോയി. എന്നാൽ ഇങ്ങനെ പൊളിറ്റിക്കൽ ലൈംലൈറ്റ് നിൽക്കുന്ന കുറേ MLA മാരുണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പായിട്ട്. എന്നാൽ അതൊന്നുമല്ലാതെ പലരും വീടുകളിലും നാടുകളിലും മാത്രം ഒതുങ്ങിപ്പോയവരുണ്ട്. വളരെ വലിയ രീതിയിലുള്ള എപ്രിസിയേഷൻ അവർ നിയമസഭയ്ക്ക് നൽകിയത്. അവരെ ഒന്ന് വിളിച്ചു, അവരെ ഒന്ന് മൈൻഡ് ചെയ്യുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്നവർ, ആ ജീവിച്ചിരിക്കുന്ന അവശേഷിക്കുന്ന MLA മാരെ ഒന്ന് നമ്മൾ മൈൻഡ് ചെയ്തു. അത് അവർക്ക് വലിയ അവർക്ക് വലിയ അവർ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ള ഫീൽ അവർക്കുണ്ടായപ്പോൾ അവർ എല്ലാവരും വന്നു, കുടുംബസമേതം. അതിൽ ഞാൻ കണ്ടത് ചിലർ വീൽ ചെയറിൽ വന്നു, അതിലൊരാൾ ഇഞ്ചൂർഡാണ് കാലിന്, അവർ വന്നു. ചിലർ വീൽ ചെയറിൽ വന്നു, ചിലർ ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്, അവരുൾപ്പെടെ വന്നു. കാരണം അവരെ ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ അത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുമാത്രമല്ല, നിങ്ങളൊരു XMLA ഒരു കത്തയച്ചു നോക്കിയാൽ ഇന്ന ദിവസം ഒരു ബുക്ക് ഫെസ്റ്റിവൽ ഒന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിന് കുറേ ആൾ വന്നു. അന്ന് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA മാരോട് പറഞ്ഞു നോക്കിയാലോ, സമയമില്ല അവർക്ക്. സമയമുണ്ടാവും, 26 ഇലക്ഷനൊക്കെ കഴിഞ്ഞ് സീറ്റൊന്നും ഇല്ലെങ്കിൽ അവർക്കൊക്കെ സമയമുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും MLA മാരോട് പറയുന്നത്, ഉറച്ച സ്ഥാനം XMLA ആണ്. നിയമസഭ വെക്കുന്ന പരിപാടികളാകുമ്പോൾ പരമാവധി എല്ലാവരും സഹകരിക്കുന്നുള്ള അഭിപ്രായം എൻ്റെ. അത് വിമർശനമായിട്ട് എടുത്താലും പ്രശ്നമില്ല. ഈ സ്പീക്കർ വ്യത്യസ്തനാവുന്ന എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ചിന്തയുള്ള ഒരു ഭരണാധികാരി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം എന്ന് എനിക്ക്. അദ്ദേഹം XMLA ആവാൻ ഒരുപാട് കാലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നിയമസഭയുടെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യപ്പെട്ട ഒരു നിയമസഭയാണ് താങ്കളുടെ കാലഘട്ടത്തിൽ. അടിയന്തര സഭയുടെ കണക്കെടുത്തുമ്പോൾ കേരളത്തിൽ തന്നെ 40-47 അടിയന്തര പ്രമേയങ്ങൾ ഉണ്ടായിട്ട്, പക്ഷേ ഈ കാലയളവിൽ 17ഓളം അടിയന്തര പ്രമേയങ്ങളുണ്ട്. അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് വിശദീകരിക്കാവോ? അടിയന്തര ഗവൺമെൻറ് സഭ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പോസിഷൻ കൊണ്ടുവരുന്നതാണ് അടിയന്തര പ്രമേയം. ഉപക്ഷേപം എന്നാണ്. അടിയന്തര പ്രമേയം മാറി, ഉപക്ഷേപം എന്നാണ്. സഭ നിർത്തിവെക്കണം എന്നുള്ള ഉപക്ഷേപം എന്നാണ്. അത് മലയാളീകരിച്ചപ്പോൾ അപ്പോൾ സഭ ഇപ്പം നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് അടിയന്തര പ്രമേയം, ഉപക്ഷേപം. അത് ഒപ്പോസിഷനാണ് കൊണ്ടുവരിക. അത്യപൂർവ ഘട്ടത്തിൽ ഭരണപക്ഷം കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നു RS ഉണ്ണിയോ മറ്റുമാണ് ഒരു തവണ ഗവൺമെൻറ് പക്ഷത്ത് നിന്നുകൊണ്ട് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. മുഖ്യമായും അത് ഒപ്പോസിഷൻ്റെ റൈറ്റായിട്ടാണ് കാണുന്നത്. പലപ്പോഴും ഈ ഒപ്പോസിഷൻ അടിയന്തര പ്രമേയം അല്ല ഉപക്ഷേപം ചർച്ചയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞ് വന്നാൽ അവതരാനുമതി കൊടുക്കുക എന്നല്ലാതെ ചർച്ചയ്ക്ക് എടുക്കില്ല. അതുകൊണ്ടാണ് 1 to 15 ഫസ്റ്റ് KLA അപ് ടു 15th അസംബ്ലി 57 to 2025 എത്ര വർഷമായി കേരളം ഉണ്ടായിട്ട്, നിയമസഭ ഉണ്ടായിട്ട്? 43ഉം 25ഉം 68 വർഷം. ഈ 68 വർഷത്തിനിടയിൽ 47 അടിയന്തര പ്രമേയങ്ങളാണ് അല്ലെങ്കിൽ ഉപക്ഷേപമാണ് സഭ ചർച്ചയ്ക്ക് എടുത്തത്. അതിൽ 6 30 വരെയായിരുന്നു, 13 കേരള നിയമസഭ വരെ. 14ാം കേരള സഭയായപ്പോൾ 30ആയി. ഇപ്പോൾ 15 47 സഭ. അതിൽ 17 എടുത്തത് ഈ 15ാമത് കേരള സഭയിൽ രണ്ടാമത് പിണറായി വിജയൻ്റെ മുഖ്യ ഗവൺമെൻറ്റിലാണ് 17 അടിയന്തര പ്രമേയം ചർച്ച ചെയ്തത്. യഥാർത്ഥത്തിൽ അതൊരു ഹീറ്റഡ് ഡിബേറ്റാണ് രണ്ട് പക്ഷത്തു നിന്നുകൊണ്ടുള്ള. രണ്ടു പക്ഷത്തും ഗവൺമെൻറ്റും പ്രതിപക്ഷവും ആ വിഷയം സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്നു, അത് സംബന്ധിച്ച് ഗവൺമെൻറ് മറുപടി പറയുന്നു. ഒടുവിൽ ആരാണോ കൺസേൺഡ് മന്ത്രി അദ്ദേഹം മറുപടി പറയുന്നതോടെ ക്ലോസീലും മോഷൻ തള്ളലുമാണ്. അപ്പം അത് 17 തവണ കേരള നിയമസഭ എടുത്തു എന്ന് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ ഡെമോക്രാറ്റിക് ആണെന്നുള്ളതാണ്. പ്രതിപക്ഷത്തിൻ്റെ അവകാശം സ്പീക്കർ സംരക്ഷിച്ചില്ല എന്നാർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ സ്പീക്കർ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പത്രം ഏതോ ഒരു ഘട്ടത്തിൽ സ്പീക്കറായി ഞാൻ നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കണം, ഒരു വിഷയത്തിൻ്റെ മുകളിൽ എടുത്ത സ്റ്റാൻഡിൻ്റെ മുകളിലാണ് എൻ്റെ തല. ഒരു പഴയ സ്പീക്കർ ഉണ്ടല്ലോ, നമ്മുടെ പഴയ ഹോൺ, പണ്ട് ഇവിടെ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് അറിയില്ല പറ്റില്ല, നമ്മളെ സുധീരേട്ടനും ഉല്ലിയേട്ടനൊക്കെ മനസ്സിലാവും. ഈ പഴയ ഹോൺ ഉണ്ടല്ലോ, കാളം, ആ കാളത്തിൻ്റെ രൂപത്തിൽ എൻ്റെ ചിത്രം, ഒരു കാളവും അതിൻ്റെ ഉള്ളിൽ എൻ്റെ തലയും വെച്ചിട്ടൊരു ഫോട്ടോ വരച്ചു. ഇതാണ് സ്പീക്കർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ പൊതുവിൽ ഇതൊക്കെ ഒരു ആസ്വദിക്കുന്ന ആളോട് ഞാൻ ആസ്വദിച്ചു. യഥാർത്ഥത്തിൽ ഒരു അടിയന്തര പ്രമേയ ചർച്ചക്കെടുക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ സ്പീക്കർ പക്ഷം പിടിച്ചു എന്ന് പറയാൻ പറ്റും. 16 എണ്ണത്തിന് മറന്നു. 17 എണ്ണം ചർച്ച ചെയ്തു, പത്രവേദി. ഞാൻ പറഞ്ഞല്ലോ, കാളം എന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാം സ്പീക്കർ. അത് വെച്ചിട്ട് ഇതാ സ്പീക്കർ, ഗവൺമെൻറ്റിൻ്റെ സ്പീക്കർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതേസമയം 17 എണ്ണം മറന്നുപോയി. ആ രീതിയിൽ വളരെ ഡെമോക്രാറ്റിക്കായി പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സ്പീക്കർ നിലക്കൊണ്ടു എന്ന് വളരെ പ്രൗഡായി എനിക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 17 അടിയന്തര ഉപക്ഷേപം. അത് കേരള നിയമസഭയുടെ ജനാധിപത്യ ബോധം വളർന്നതിൻ്റെ ഏറ്റവും വലിയ സൂചകമായിട്ട് തന്നെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്.
അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പല നിയമങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. പലതും ഓർമ്മിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. കിടപ്പാട സംരക്ഷണ ബില്ല് ഒരെണ്ണം, അങ്ങനെ അതെന്തൊക്കെയാണെന്ന് മൂന്നാലഞ്ച് ഏക കിടപ്പാട ബിൽ ഇപ്പോൾ റീസെൻ്റായി നമ്മൾ പാസ്സാക്കിയതാണ്. കാരണം എല്ലാവർക്കും ലോൺ വേണ്ടി വരും. അപ്പോൾ മലയാളി തന്നെ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മലയാളിയുടെ ജീവിതം EMI ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ലോൺ എടുത്താൽ ലോൺ തിരിച്ചടക്കാതിരിക്കുമ്പോഴാണല്ലോ ജപ്തിയും മറ്റു കാര്യങ്ങളൊക്കെ പോവുക. ഈ കൃത്യമായി റീഫണ്ട് ചെയ്യാതെ റീപേയ്മെൻറ്റ് നടക്കാതിരിക്കുന്ന ഘട്ടം വരുമ്പോൾ. അപ്പോൾ അതിലൊരു തമാശ കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഈ മിക്കവാറും ലോൺ എറിയസ് ആക്കുമ്പോൾ ലോൺ ഇങ്ങനെ കൂടി വെച്ചാൽ ലാസ്റ്റ് ആരോ പോയിട്ട് പറയും MLA കണ്ടാൽ മതി എന്ന് പറയാൻ. കാരണം നമ്മളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങ് വിട്ടുകൊടുക്കുക. നമ്മളല്ല ആര് വിചാരിച്ചാലും ചെയ്യാൻ പറ്റുന്നതല്ല. ലോൺ റീപേയ്മെൻറ്റ് എറിയസ് ആക്കി കഴിഞ്ഞാൽ അടച്ചിട്ടില്ലെങ്കിൽ അത് ജപ്തിയിലേക്ക് പോകുന്ന ആർക്കറിയാത്തത്. പക്ഷേ MLA അടുത്തേക്ക് മെല്ലനെ ബൈൻഡ് ചെയ്ത് വിട്ടുകൊടുക്കും. MLA കണ്ടാൽ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഈ സാധുക്കൾ ഒരിക്കലുള്ള തന്നെയാണ്, അവർ ഓടി വരും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും നിയമമന്ത്രി ശ്രീ P. രാജീവും കഴിഞ്ഞ ലാസ്റ്റ് സെഷനിൽ പാസ്സാക്കിയൊരു നിയമം വളരെ പ്രസക്തമാണ്. ഏക കിടപ്പാട ബിൽ. നിങ്ങൾക്ക് വെറും ഒരു 5 സെൻറ്റോ മറ്റു ഭൂമിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഭൂമി ഇറക്കിവിടാൻ പറ്റില്ല എന്ന ഏറ്റവും റവല്യൂഷണറി ആയ ഒരു നിയമമാണ് ഇവിടെ പാസ്സാക്കിയത്. അതുപോലെ തന്നെ അധിക ഭൂമി ക്രമവൽക്കരിക്കൽ ശ്രീ റവന്യൂ മിനിസ്റ്റർ K. രാജൻ കൊണ്ടുവന്ന നിയമം. ഇങ്ങനെ നിരവധി നിയമങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നിയമം ഈ 15ാമത് കേരള നിയമസഭ പാസ്സാക്കിയെന്ന് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും. അതിൽ പലതും ജനങ്ങളുമായിട്ട് ഏറ്റവും അധികം അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ പാസ്സാക്കിയൊരു നിയമമുണ്ട്. അത് ഗവൺമെൻറ് സെൻട്രലായിട്ട് വനാവകാശ നിയമം. നിങ്ങൾക്കറിയാം, കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം. അത് വന്യജീവി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് വെറും മലയോരത്ത് മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ തീരദേശത്തുണ്ട്. ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ വന്യജീവികളെ വെടിവെക്കാമെന്ന് പറയുന്നൊരു നിയമം ഞങ്ങൾ പാസ്സാക്കി. അത് ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുമായി കണക്റ്റഡായ ഒരു ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. മനുഷ്യനാണ് പ്രാധാന്യം. അതെ, മനുഷ്യനും മൃഗവും വരുമ്പോൾ ആർക്കാണ് പ്രാധാന്യം? എൻ്റെ വളരെ ഹോണസ്റ്റായിട്ട് ഞാൻ പറയാം, മനുഷ്യന് തന്നെയാണ് പ്രാധാന്യം. മനുഷ്യനും പ്രകൃതിയും വരുമ്പോൾ അവിടെയും മനുഷ്യന് തന്നെയാണ് പ്രാധാന്യം എന്ന് പറയുന്നതാണ് ഞാൻ. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു പരിസ്ഥിതി മൗലികവാദിയൊന്നുമല്ല. പ്രകൃതിയും വേണം, മനുഷ്യനും വേണം. മനുഷ്യനും മൃഗവും വരുമ്പം മൃഗത്തിനല്ല പരിഗണന മനുഷ്യനായിരിക്കും. മൃഗത്തിന് അറിയില്ലല്ലോ മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്നുള്ളത്. മൃഗത്തിന് പിന്നെ അങ്ങനെ MLA ഇപ്പോൾ ആനക്കെന്ത് MLA വന്നിന്, കടുവക്കെന്തിന് MLA വന്നിന്. MLA കിട്ടിയാൽ അത് കുത്തും, അല്ലാണ്ട് MLA ബോർഡ് കണ്ട കടുവ മാറിക്കൊന്നുമില്ല, ആനയും മാറിയിക്കില്ല. അപ്പം ഇത്തരം ഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ട അനിവാര്യത ഉള്ളത് കൊണ്ടാണ് അത്തരം നിയമങ്ങൾ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നിയമമൊക്കെ ഉണ്ടാക്കിയത് ആരാ, എങ്ങനെ പറയാൻ പറ്റും? MLA-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ ഒരു പെർഫോമൻസ്. മന്ത്രിമാരിപ്പോൾ രാജീവാണ് ഏറ്റവും കൂടുതൽ. എൻ്റെ ഈ ടെന്യൂറിൽ P. രാജീവ് ഒരുപാട് ബില്ലുകൾ പൈലറ്റ് ചെയ്തിട്ടുണ്ട്. P. രാജീവ്. പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ചില ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ശ്രീ P. രാജീവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ K. രാജൻ ചില നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവും കോൺട്രവേഴ്ഷ്യലാണ്. ചിലതെല്ലാം ഇങ്ങനെ രാജൻ പറയുമ്പോൾ ഞാനിങ്ങനെ കേട്ട് കേൾക്കുന്നത് നമുക്ക് ചില പട്ടയങ്ങൾ, രവീന്ദ്രൻ പട്ടയം, വേറെ ചില പട്ടയങ്ങൾ ഇത് കേൾക്കുമ്പോൾ കേട്ട് കേൾക്കണം. അങ്ങനെയുള്ള വളരെ വിഷയങ്ങൾക്കകത്ത് നിയമനിർമ്മാണത്തിന് വേണ്ടി രാജനൊക്കെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലെ വനപ്രശ്നം അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ള, വനഭൂമി പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെ മുന്നിൽ സാധിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു, നമ്മളിവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ, ഇപ്പം പറഞ്ഞ പോലെയുള്ള പല നിയമങ്ങളും അതിൻ്റെ ടോട്ടൽ ഇമ്പാക്റ്റ്, ആ നിയമനിർമ്മാണം വന്നതിൻ്റെ രീതി, അതുണ്ടാക്കുന്ന സാമൂഹ്യമായ ഇമ്പാക്റ്റ്, ഇത് നമ്മുടെ ഈ സോക്കോൾഡ് മാധ്യമങ്ങളിലൂടെ പുറത്തറിയുന്നതിൽ ഒരുപാട് പരിമിതിയുണ്ട്, നമുക്ക് അറിയുന്നില്ല. നിയമസഭയുടേതായിട്ട് ഏതെങ്കിലും രീതിയിൽ അങ്ങനൊരു മന്ത്ലി ബുള്ളറ്റിനോ അങ്ങനെ എങ്ങനെയും ജനങ്ങളിലേക്ക് ഈ നിയമം എത്തിക്കുക, ജനങ്ങളിലേക്ക് ഇവിടെ എന്താ നടക്കുന്നത് അറിയിക്കുക. ഈ സഭാ ഗാലറിയിലൂടെ അല്ലാതെ ഞാൻ പറഞ്ഞത് ഓൺ ഡോക്യുമെൻറ്റേഷൻ ഒരു നിയമസഭയുടെ ഒരു ബുള്ളറ്റിനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, അത് നമ്മൾ ഭാവിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം മാധ്യമങ്ങൾക്ക് സെൻസേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. അവർക്ക് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിയമസഭക്കകത്ത് ഒരു നിയമത്തെക്കുറിച്ച് വളരെ ഇൻഡപ്തിൽ നിന്നുകൊണ്ട് ഒരു നിയമസഭാ സാമാജികൻ ചർച്ച ചെയ്ത് പത്രത്തിൽ വരില്ല. ഒരു തലവാചകമായിരിക്കില്ല അവൻ്റെ പ്രസംഗം കൊണ്ടാവും. മറിച്ച് എന്തെങ്കിലും തമാശ പറഞ്ഞാലോ അപ്പോൾ വരും. അത് നല്ല തലക്കെട്ടായിട്ടും ആൾക്ക് അത് എന്താണെന്നങ്ങനെ അറിയില്ല. അത് യഥാർത്ഥത്തിൽ എൻ്റെ പ്രസംഗം മാധ്യമപ്രവർത്തകർ ആരും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമസഭാ സാമാജികന്മാരെ അവരെ കണ്ടൻ്റുള്ള പ്രസംഗം നടത്താൻ പ്രാപ്തമാക്കാൻ നിങ്ങൾ കൂടി പങ്കുവഹിക്കണം. കണ്ടൻ്റ് ഇല്ല എന്നല്ല, നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും. അപ്പോൾ അവരെ അവരുടെ പ്രസംഗങ്ങൾക്ക് പരിഗണന കൊടുക്കണം. അവർ നടത്തുന്ന നിയമനിർമ്മാണത്തിൽ നടക്കുന്ന പ്രസംഗങ്ങൾ.
പകരം അതിലേതെങ്കിലും ഒരു തമാശ എടുത്തിട്ട് അങ്ങ് അടിക്കും. അപ്പോൾ എൻ്റെ തന്നെ കുറേ തലവാചകം വന്നിന് കേട്ടോ. തമാശ രൂപേണ നമ്മൾ പറയുന്ന കാര്യമൊക്കെ തിരിച്ച് നമുക്ക് സന്തോഷമുള്ള കാര്യം. നമ്മളെ പ്രസംഗം പേപ്പറിൽ ഇങ്ങനെ തലവാചകം വരുന്നു കാണുമ്പോൾ നമുക്ക് സന്തോഷമുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ വന്ന് ഇത്തരം തലവാചകങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിച്ചു തുടങ്ങിയോ നിയമസഭാ സാമാജികന്മാർ? അല്ലല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ നമ്മളങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ അതല്ല, നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പം അതിൻ്റെ ചർച്ചകൾ, അതിൻ്റെ ചർച്ച എന്ന് പറഞ്ഞാൽ മൊത്തം ചർച്ച കൊടുക്കാൻ പറ്റും. അതിൻ്റെ ആകെ ഒരു പ്രസക്തമായ ഭാഗം റിപ്പോർട്ട് ചെയ്യാൻ മീഡിയയും തയ്യാറാവണം. അതിലിപ്പോൾ ലൈവായിട്ട് കൊടുക്കുന്ന നമ്മുടെ അടിയന്തര പ്രമേയങ്ങൾ കൊടുക്കുന്നത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് അതിൻ്റെ ഉള്ളടക്കം കൃത്യമായി കൊടുക്കണം എന്നുള്ള ചാനൽസിന് പറ്റണമെന്നില്ല. വിഷ്വൽ പോരാ. വിഷ്വൽ സമയം ഒരു ഡിജിറ്റലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രിന്റഡ് ഡോക്യുമെന്റ് മന്ത്ലിയോ അല്ലെങ്കിൽ ഒരു സഭ കൂടി അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ആളുകൾക്ക് അവൈലബിൾ ആയ രീതിയിൽ ഉണ്ടാവുന്നത് വലിയ ഒരു കാര്യം. അത് നമുക്കത് ആലോചിക്കേണ്ട വിഷയമാണ്. അത് പുതിയ ടീമിനെ നമ്മൾ വിടുകയാണ് തീരുമാനം. തീർച്ചയായിട്ടും ഈ നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഈ നിയമസഭയെ ജനകീയവൽക്കരിച്ചു എന്നുള്ള ഈ സാഹിത്യോത്സവം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നിയമസഭകത്ത് ഒരു സ്പീക്കറും എന്നെപ്പോലെ ആളും തമ്മിലൊരു സംഭാഷണം പോലും സാധ്യമാക്കിയത്. അത് സാധ്യമാക്കി ഈ വേദിയിൽ എത്ര പേർ കടന്നുപോയി എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 4ാമത്തെ കേരള നിയമസഭ ഇൻ്റർനാഷണൽ പുസ്തകോത്സവമാണ് നടക്കുന്നത്. അപ്പോൾ പുസ്തകങ്ങൾക്കും ആശയങ്ങൾക്കും ജനാധിപത്യത്തിലുള്ള സ്ഥാനം എന്താണെന്ന് ലോകത്തോട് അറിയിക്കുകയായിരുന്നു കേരള നിയമസഭ. ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നിയമസഭ ഇതുപോലൊരു ലിറ്റററി ഫെസ്റ്റിവൽ, ഒരു പുസ്തകോത്സവം നടത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ ചെറിയ കാലത്തിൻ്റെ 4 എണ്ണമാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ വരാനിരിക്കുന്ന ഒരു നിയമസഭാ ഒരു സ്പീക്കർക്കും ഇതിനി മാറ്റിവെക്കാൻ കഴിയാത്തത്ര രീതിയിൽ അടയാളപ്പെടുത്തപ്പെടും. കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സാഹിത്യോത്സവമായി ഇത് അടയാളപ്പെടുത്തപ്പോൾ അവിടെ വിവിധ ആശയങ്ങൾ, വിവിധ രാഷ്ട്രീയങ്ങൾ, വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്ന് യാതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാത്ത രീതിയിൽ ഇതിവിടെ നടക്കപ്പെടുകയാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടതെന്ന് പറയാമോ? ഇത് യഥാർത്ഥത്തിൽ നിയമസഭാ സമിതിയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി, നിയമസഭയുടെ 100ാം ലൈബ്രറിയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു ആശയം രൂപപ്പെട്ടത്. നിയമസഭാ സമിതിയാണ് ഇതിന് ആലോചിക്കുന്നത്, ലൈബ്രറിയുടെ സമിതി. MP രാജേഷായിരുന്നു അന്നത്തെ സ്പീക്കർ. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഇനീഷ്യേറ്റീവിലാണ് ആദ്യത്തെ ആലോചന നടക്കുന്നത്. ആലോചന നടക്കുമ്പോഴേക്കും അദ്ദേഹം മിനിസ്റ്ററായിപ്പോയി. പിന്നീട് ഞാൻ വന്നതിന് ശേഷം ഇത് നടത്തേണ്ടതെന്ന് ചർച്ച വന്നപ്പോൾ ഇതിന് തുടക്കക്കാരെ ഇപ്പോൾ ഞാൻ പറയാം, വിത്തിട്ടത് MP രാജേഷാണ്. വെള്ളമൊഴിച്ചതും വളരാൻ ആവശ്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തതിൽ ചെറിയൊരു പങ്ക് എനിക്കുണ്ട്. അതിനർത്ഥം എല്ലാം എനിക്ക് എന്നുള്ളതല്ല. ഞങ്ങൾ നല്ലൊരു ടീമായിരുന്നു. നല്ല ടീമെന്ന് പറയുമ്പം കട്ടിങ് അക്രോസ് ദ പാർട്ടി ലൈൻ. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. യൂണിയൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റും റൈറ്റും സെൻറ്ററൊക്കെ ഉണ്ട് ഇവിടെ ഈ നിയമസഭ ലെജിസ്ലേച്ചറിനകത്ത് യൂണിയൻ. അവരൊക്കെ ഇക്കാര്യത്തിൽ നല്ലതുപോലെ യോജിച്ചു. നിയമസഭാ സ്പീക്കറുടെ ഓഫീസ് നല്ല രീതിയിൽ എനിക്ക് ആവശ്യമായ പിന്തുണയൊക്കെ നൽകി. ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്തു. മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ നല്ലതാണ്. ധനകാര്യമന്ത്രി KN ബാലഗോപാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പോഴാണിത് ഞങ്ങളുടെ ബിയോണ്ട് അവർ ഇമാജിനേഷനാണ്. ഇങ്ങനെയൊന്നാവും നമ്മൾ വിചാരിച്ചില്ല. നോക്കുമ്പോൾ ഇതിനിപ്പോൾ ഞാൻ സുധീർ പറഞ്ഞതുപോലെ ഇനി ഇതാർക്കും മാറ്റിവെക്കാൻ കഴിയില്ല. നിയമസഭാ സമ്മേളനം എങ്ങനെയാണോ ചേരുന്നത്, നിയമസഭാ സമ്മേളനം മാൻഡേറ്ററി ആണല്ലോ. ഇത്ര മാസത്തിനുള്ളിൽ നിങ്ങൾ സഭാ സമ്മേളനം ചേർന്നിട്ടില്ലെങ്കിൽ സഭ ഇല്ലാതാവില്ല. അതിന് സമാനമായി നിയമസഭാ പുസ്തകോത്സവം ആ രീതിയിലേക്ക് മാറി. ഇനി വരുന്നൊരു പുതിയ ടീം, അത് ആരുമാവട്ടെ, അവരുടെ അജണ്ടയിൽ സംഭവമാണിത്. ഈ പുസ്തകോത്സവം ആ നിലയിലേക്ക് മാറ്റിയതിൽ നിയമസഭാ ജീവനക്കാർക്ക് തന്നെയാണ് ഫുൾ ക്രെഡിറ്റ്, ഒരു സംശയവും വേണ്ട. നിയമസഭാ ജീവനക്കാരുടെ ആ കൂട്ടായ പ്രവർത്തനമാണ് ഈ നിലയിലേക്ക് ഇതെത്തിയത്. കേരളം ഒരുപാട് സാഹിത്യോത്സവങ്ങൾക്കും പുസ്തകമേളകൾക്കും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായി സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഒന്ന് സാധിച്ചു കൊടുത്തു എന്നുള്ളത് ഇതിൻ്റെ നടത്തിപ്പുകാരായ എല്ലാവർക്കും വലിയ അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒന്നാണ്. കേരളത്തിലെ ഓരോ എഴുത്തുകാരനും ആശയക്കാരനും ഇവിടെ വരണം, അടുത്ത സെഷനിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഇത് ഉയർന്നു കഴിഞ്ഞു. അതുപോലെ ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള അവാർഡ്, മറ്റ് ഇതുമായി അനുബന്ധ ഇത്തവണ വന്ന ഏറ്റവും വലിയ അത്ഭുതം തെയ്യം. അക്കാര്യത്തിൽ നിയമസഭയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലോ മാതൃഭൂമി നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലോ ഒരിടത്തും ഇല്ലാത്ത കേരളത്തിൻ്റെ തനത് രൂപമായ തെയ്യം 5 ദിവസം ഇവിടെ ആഘോഷപൂർവ്വം നടക്കുകയാണ് എന്നുള്ളതാണ്. സമയം ഏകദേശം തീരാറായി. 2-3 ചോദ്യങ്ങളും കൂടിയുള്ളൂ. തലശ്ശേരിക്കാരനാണ്, 3C ആണ് തലശ്ശേരി. അതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, ഇതാണ് തലശ്ശേരി. ഈ 3C എന്നത് നിങ്ങൾ പറയുന്ന C ആണ്. പക്ഷെ ഞങ്ങളത് 3Cയിൽ നിന്നും 5C ഡെവലപ്പ് ചെയ്തു. അതേതാണ്? ക്രിക്കറ്റും സർക്കസും കേക്കുമാണ്.
കേക്ക് ഉണ്ടായത് തലശ്ശേരി എന്നാണ്, ക്രിക്കറ്റ് ആരംഭിച്ച തലശ്ശേരി എന്നാണ്, സർക്കസ് ഉണ്ടായത് തലശ്ശേരി തന്നെയാണ്. ഈ 3 സിയുടെ നാട് തന്നെയാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. ആ 3ൻ്റെ കൂടെ ഞങ്ങൾ 2 സി കൂടി, ഒരു സി നേരത്തെ വരേണ്ടതായിരുന്നു. മലബാറിലെ ഏറ്റവും പാരമ്പര്യമുള്ള കോടതി, കോർട്ട് കോംപ്ലക്സ്, നിയമം 200-ലേറെ വർഷമുള്ളതാണ്. അത് തലശ്ശേരിയിലാണ് 4ാമത്തെ സി. ഇനി 5ാമത്തെ സി ആധുനിക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രം മലബാർ ക്യാൻസർ സെൻ്ററും തലശ്ശേരിയിലാണ്. അതുകൊണ്ട് 3C + 2C 5C, തലശ്ശേരി 5Cയുടെ നാടെന്നാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. നിയമസഭയുടെ സ്പീക്കർ പങ്കെടുക്കുന്ന ചടങ്ങ് ഷാർപ്പിന് തീരണം. 1 മണിക്ക് 1 മിനിറ്റേ ഉള്ളൂ. അവസാനമായിട്ടൊരു ചോദ്യം, ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ എത്ര തെറ്റുണ്ട്? ഹിന്ദു പത്രത്തിന്റെ ആദ്യ പേജ് തൊട്ട് അവസാന വാക്യം വരെ വായിക്കുന്ന സ്പീക്കറാണിത്. യഥാർത്ഥത്തിൽ എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഞാൻ വളരെ ചെറിയ പ്രായം മുതൽ ഹിന്ദു ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ചെറുപ്പത്തിലേ വായിക്കുന്നതാണ്. അത് ഏറ്റവും അവസാനം വായിക്കുന്ന പത്രമാണ്. അത് വായിച്ചില്ല ഒരു ഏലുണ്ടാവില്ല. അത് മാത്രമല്ല, ഞാൻ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എൻ്റെ മൊബൈലിൽ നിരവധി ഡിക്ഷണറികളുണ്ട്, ഇഷ്ടംപോലെ ഡിക്ഷണറികളുണ്ട്. പിന്നെ എനിക്കങ്ങനത്തെ കോംപ്ലക്സുള്ള ആളൊന്നുമല്ല. ഏതെങ്കിലും ഒരു വാക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ആളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള ആളല്ല. എന്നെക്കാൾ ചെറിയ ആളായാലും ശരി, എന്നെക്കാൾ വലിയ ആളായാലും ശരി, എനിക്ക് പരിചയമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ തന്നെ എത്രയോ തവണ ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ വിളിക്കുന്ന സുധീരേട്ടനെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾക്ക് വേണ്ടി എത്രയോ തവണ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, NP ഉള്ളിലേക്ക് സഭക്കകത്ത് പ്രസംഗിക്കാൻ എന്നെ പലരും സഹായിക്കാറുണ്ട്. അങ്ങനെ ഒരു നിരവധി ലൈഫ് ലൈനുള്ള ആൾക്കാരെ ഞാൻ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിലെ ശീലിച്ചൊരു ശീലമാണ്. അത് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും. മലയാളത്തേക്കാൾ കൂടുതൽ ഇംഗ്ലീഷായിരുന്നു സംസാരിക്കുക. കാരണം അദ്ദേഹം വാസ് എ സീമൻ, കപ്പലോട്ടക്കാരനായിരുന്നു. ലോകത്തിൻ്റെ എല്ലാ കോണിലും പോയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ലോകത്തെല്ലാ രാജ്യങ്ങളെക്കുറിച്ചും അറിയാം. കാരണം ഇന്ന് അത്ര അഡ്വഞ്ചറസ് അല്ല മെർച്ചൻ്റ് നേവി. നിങ്ങൾക്ക് എവിടെ കത്തയച്ചാലും എവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് സമയത്തും സാറ്റലൈറ്റിലൂടെ സംസാരിക്കാൻ സാധിക്കുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അന്ന് അങ്ങനെയല്ല. ഞങ്ങളുടെ ഫാദറൊക്കെ പോകുന്ന സമയം എന്ന് പറയുമ്പോൾ അന്ന് ഒരു കത്ത് 2 മാസം കഴിഞ്ഞാലാണ് കിട്ടുക. ഞങ്ങൾക്ക് റിപ്ലൈ വരിക, പോർട്ടിലേക്ക് അയക്കുക. അങ്ങനെ എനിക്ക് ഒരുപാട് പോർട്ട് പണ്ടേ അറിയാം. ബോസ്റ്റൺ, ഡർബൻ, കേപ്പ് ടൗൺ, ഇങ്ങനെ പല രാജ്യങ്ങളും എനിക്ക് പണ്ടേ പരിചയമുള്ളതാണ്. അതുകൊണ്ട് മൂപ്പരുടെ ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞാനും നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. പിന്നെ നമ്മൾ 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ ഈ തലശ്ശേരിക്കാർ പൊതുവിൽ കളിയാക്കോ വലിയ സാഹിബിൻ്റെ പോകുമ്പോൾ തന്നെ അങ്ങനെ ആ കോംപ്ലക്സ് ഒന്ന് പിന്നെ മലയാളം പറഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ 2 അറിഞ്ഞൂടാ. മലയാളം കൃത്യമായിട്ട് അറിഞ്ഞൂടാ, ഇംഗ്ലീഷും കൃത്യമായിട്ട് അറിഞ്ഞൂടാ. പക്ഷേ ജനമനസ്സറിയുന്നൊരു നേതാവാണ്. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഒരിക്കലും എക്സാവാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലനിൽക്കുന്ന AN ഷംസീർ നമ്മളെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എൻ്റെ നിയമസഭാ ജീവിതം എന്ന ഈ സെഗ്മെൻറ്റിൽ നമ്മളോട് സംബന്ധിച്ച ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ശ്രീ NE സുധീർ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. 72 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. 1977 മുതൽ ഡൽഹി, മുംബൈ, കാൽക്കട്ട, ചെന്നൈ ഇവിടെയൊക്കെയുള്ള ബുക്ക് ഫെയർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബുക്ക് ഫെയർ എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. 100% പെർഫെക്ഷൻ, ദ വേ ദ പീപ്പിൾ, അത് ബഹുമാന്യനായ സ്പീക്കറിൻ്റെ കഴിവൊന്ന്, പക്ഷെ അതിനേക്കാളേറെ ആ ടീമിൻ്റെ പെർഫെക്ഷൻ. ഫ്രം ദ ബോട്ടം, സെക്യൂരിറ്റി സ്റ്റാഫ് മുതൽ അങ്ങേയറ്റത്തെ സെക്രട്ടറി വരെ വളരെ സൗമ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ആർക്കും യാതൊരു പരാതിയുമില്ല. ഇന്നലെയൊക്കെ ആ എൻ്റർടൈൻമെൻറ്റ് സെക്ഷനിൽ എന്ത് തിരക്കായിരുന്നു. എന്നിട്ട് പെർഫെക്റ്റ് ഡിസിപ്ലിൻ വാസ് മെയിൻറ്റെയിൻ. ഒരു സെക്യൂരിറ്റിയും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ഹൈലി എക്സ്പോസ്ഡ് ആണ്. ഐ ഓൾവേസ് ലുക്ക് ടു ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ്, എവറിത്തിങ്. ബട്ട് ദിസ് ഈസ് പെർഫെക്റ്റ് മാനേജ്മെൻറ്റ്. ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വലതുപക്ഷക്കാരനാണ്. താങ്കൾ MLA ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ദ വേ യു ബിഹേവ്, ദ വേ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. വൺസ് യു ബിക്കെയിം ദ സ്പീക്കർ, യു ആർ ഡിഫറെൻറ്റ്. പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ മേച്ച് നടക്കുകയാണ്. വളരെ സംസ്കാരപരമായിട്ടുള്ള മാനേജ്മെൻറ്റാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് യു. മേ ഗോഡ് ബ്ലെസ് യു. ഇനിയും നിങ്ങൾ സ്പീക്കർ ആകണം. I pray God that you may have a long life. Thank you very much. Thank you, sir. Thank you.